നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റൽ പട്ടത്തുള്ള ഹോസ്പിറ്റലിലെ ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പല അമ്മമാർക്കും എങ്ങനെ കുഞ്ഞിനെ പിടിച്ച് പാൽ കൊടുക്കണം എന്നതൊക്കെ ഡൗട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പൊസിഷൻസും ഗ്യാസ് കളയുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതുമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുന്നത്? കുഞ്ഞിന് മുലയൂട്ടുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, പൊസിഷനിങ് ആണ്. നമുക്ക് ഒരു 3-4 രീതിയിൽ നമുക്ക് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ബേസിക്കായിട്ട് എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പൊസിഷൻ ഞാൻ പറയാൻ പോകുന്നത്, ആദ്യമായിട്ട് നമ്മൾ കുഞ്ഞിനെ എടുക്കുക. കുഞ്ഞിൻ്റെ തല വരേണ്ടത് നമ്മുടെ അമ്മയുടെ കൈമുട്ടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്. മിക്ക അമ്മമാരും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവർ പാൽ കൊടുക്കുന്നത് ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും കുഞ്ഞിന് പാൽ കൊടുക്കുന്നത്. അപ്പോൾ അത് തെറ്റായ പൊസിഷനാണ്. അത് കുഞ്ഞിന് ശരിക്കും പാൽ കിട്ടുന്ന ഒരു പൊസിഷനല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ തല വരേണ്ടത് അമ്മയുടെ കൈമുട്ടിൻ്റെ ഈ ഭാഗത്തായിട്ട് വേണം വരാൻ. കുഞ്ഞിനെ അമ്മയോട് ചേർത്ത് തിരിക്കുക. ഒരു കൈ താഴോട്ടേക്ക് ഇടുക, ഒരു കൈ മേളിലോട്ടും. ഇങ്ങനെയാണ് പൊസിഷനായിട്ട് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാത്രമല്ല, അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ ഇരിക്കേണ്ടത് നല്ല റിലാക്സ് ആയിട്ട് ചാരി വേണം ഇരിക്കാൻ. നമ്മുടെ ഷോൾഡർ, അതായത് അമ്മയുടെ ഷോൾഡർ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വന്നിരിക്കണം. കാരണം ചില അമ്മമാർ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന ടൈമിന് ഒരു ഷോൾഡർ ജസ്റ്റ് ഇങ്ങനെ പൊക്കിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അതും തെറ്റായ ഒരു പൊസിഷനാണ്. അത് കുഞ്ഞിനും അമ്മയ്ക്കും നല്ല ഒരു ബ്രസ്റ്റ് ഫീഡിങ് പൊസിഷൻ അല്ല. അപ്പോൾ കൊടുക്കുമ്പോൾ ഫസ്റ്റ് കുഞ്ഞിൻ്റെ തല അമ്മയുടെ കൈമുട്ടി തന്നെ വരിക, ടേൺ ചെയ്ത് പിടിക്കുക, ബ്രസ്റ്റിനോട് ചേർത്ത് കുഞ്ഞിനെ പിടിക്കേണ്ടതാണ്. പിന്നെ വേറൊരെണ്ണം, ബ്രസ്റ്റ് ഫീഡിങ് കറക്റ്റാണോ എന്നറിയാനായിട്ട് കുറച്ച് സയൻസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, കുഞ്ഞിൻ്റെ വായ് നല്ല വൈഡായിട്ട് ഓപ്പണായിട്ട് തന്നെ ഇരിക്കണം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നിപ്പിൾ മാത്രമല്ല, ആ ഏരിയോളയും കൂടി കുഞ്ഞിൻ്റെ വായ്ക്കുള്ളിലായിട്ട് പോകണം. രണ്ടാമത്തത് ക്രോസ് ക്രാഡിൽ പൊസിഷനാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ചില അമ്മമാർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അതായത് ക്രാഡിൽ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് പിടിക്കുന്ന പൊസിഷൻ. ക്രോസ് ക്രാഡിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ തല നമ്മുടെ കൈപ്പത്തിക്കുള്ളിലാണ് വരേണ്ടത്. അതായത് കൈ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ വേണം നമ്മൾ ക്രോസ് ക്രാഡിൽ പൊസിഷനായിട്ട് കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കേണ്ടത്. ഈ കൈ ഫ്രീ ആയിട്ട് തന്നെ ഇരിക്കും. ഇതാണ് ക്രോസ് ക്രാഡിൽ പൊസിഷൻ. പിന്നെ ഉള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് സൈഡ് ലൈൻ പൊസിഷനാണ്. അത് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറില്ല. തീരെ അത്യാവശ്യം വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ CS ഒക്കെ കഴിഞ്ഞ അമ്മമാർക്ക് എണീറ്റിരുന്ന് പാലൊക്കെ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആ ടൈമിൽ നമ്മൾ സൈഡ് ലൈൻ പറഞ്ഞു കൊടുക്കും. അത്യാവശ്യമാണെങ്കിൽ മാത്രമാണ്. കൂടുതലും നമ്മൾ സൈഡ് ലൈനിങ് പ്രൊമോട്ട് ചെയ്യാറില്ല. സൈഡ് ലൈൻ പൊസിഷനിൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് അമ്മ ഉറങ്ങാൻ പാടില്ല. നല്ല അലേർട്ടായിട്ട് തന്നെ ഇരിക്കുക കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ. അടുത്ത ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഫുട്ബോൾ പൊസിഷനാണ്. അത് കൂടുതലും യൂസ്ഫുൾ ആവുന്ന ട്വിൻ ബേബീസിനൊക്കെയാണ് നമ്മൾ ഫുട്ബോൾ പൊസിഷൻ യൂസ്ഫുൾ ആവുന്നത്. അത് നമ്മൾ സൈഡിൽ ഒരു പില്ലോ ഇടുക, കുഞ്ഞിനെ ഇങ്ങനെ എടുക്കുക, ഈ സൈഡിലായിട്ട് നമ്മൾ കുഞ്ഞിനെ ഇങ്ങനത്തെ രീതിയിൽ പിടിക്കുക, ബ്രസ്റ്റിനോട് ചേർത്ത് വെച്ച് ഫീഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഫുട്ബോൾ പൊസിഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയും പൊസിഷൻസാണ് മെയിൻലി ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാനായിട്ടുള്ളത്. മെയിൻലി യൂസ് ചെയ്യുന്ന ഈ പൊസിഷനാണ് നിങ്ങൾ കറക്റ്റായിട്ട് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. കൂടുതൽ എല്ലാ അമ്മമാർക്കും കംഫർട്ടബിൾ ഈ ക്രാഡിൽ പൊസിഷനാണ്. ഈ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ളത് ബർപ്പിംഗ് ആണ്. അതായത് ഗ്യാസ് തട്ടി കളയുക എന്നുള്ളതാണ്. അത് പല അമ്മമാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുഞ്ഞിൻ്റെ തലയായിരിക്കും അമ്മയുടെ തോളിൽ വരുന്നത്, പക്ഷെ അത് തെറ്റാണ്. ഗ്യാസ് തട്ടി കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ വയറ് അമ്മയുടെ തോളിൽ തന്നെ വരിക. അതായത് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ കുഞ്ഞിൻ്റെ വയറ് അമ്മയുടെ തോളിൽ വരണം. കൈ നന്നായിട്ട് കുഴിച്ചിട്ട് താഴേന്ന് മുകളിലോട്ട് തട്ടി കൊടുക്കുക. ചില കുഞ്ഞുങ്ങൾക്കൊരു 10-15 മിനിറ്റെങ്കിലും എടുക്കും ഗ്യാസ് കംപ്ലീറ്റായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ പാൽ കൊടുത്തിരുന്നാലും, ഈവൻ 2 മിനിറ്റ് ആയിരുന്നാലും കൂടി നന്നായിട്ട് ഗ്യാസ് തട്ടി കൊടുക്കണം. ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ നമുക്ക് 2 തരം മിൽക്കുണ്ട്. ഒന്ന് 4 മിൽക്കും ഉണ്ട്, ഒന്ന് ഹൈഡ് മിൽക്കും ഉണ്ട്. ഈ 4 മിൽക്ക് എന്ന് പറയുന്നത് വെള്ളം പോലത്തെ പാലാണ്. അപ്പോൾ അത് നമ്മൾ കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ യൂറിൻ പാസ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് പോകുന്നതാണ്. പക്ഷേ ഹൈഡ് മിൽക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ കുഞ്ഞിന് വേണ്ടത്.
അപ്പോൾ ഇത് പറയാനായിട്ട് കാരണം ചില അമ്മമാർ ഒരു സൈഡിൽ നിന്ന് 5 മിനിറ്റ് കൊടുക്കും, മറ്റേ ബ്രസ്റ്റിൽ നിന്നും 5 മിനിറ്റ് കൊടുക്കും. പക്ഷേ അത് തെറ്റാണ്. ഈ രണ്ട് സൈഡിൽ നിന്ന് 5 മിനിറ്റ്സ് ഫസ്റ്റ് കിട്ടുന്നത് ഫോർ മിൽക്കാണ്. അതിൽ കുഞ്ഞിന് ആവശ്യമായ പ്രോട്ടീനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കുഞ്ഞ് നന്നായിട്ട് വലിച്ചു കുടിക്കുമ്പോൾ മാത്രമേ കട്ടിയുള്ള പാല് കിട്ടത്തുള്ളൂ. അപ്പോൾ കഴിവതും ഒരു ബ്രസ്റ്റിൽ നിന്ന് ഫുൾ എംറ്റി ആയിട്ട്, അതായത് ഒരു 10 to 20 മിനിറ്റ്സ് എങ്കിലും ഒരു ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കുക. പിന്നെ അടുത്ത ബ്രസ്റ്റിൽ നിന്ന് നെക്സ്റ്റ് ഫീഡിങ് ടൈമിന് അടുത്ത ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കുക. ഈ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തതിന് ശേഷം എപ്പോഴാണ് ഈ ബർപ്പിങ്ങിൻ്റെ കാര്യം മറക്കരുത്.